നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചെറുനാരകത്തെയാണ്. ആയുർവേദത്തിൽ ജംബീര കുലത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റൂട്ടേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിന്റെ ശാസ്ത്രീയ നാമം സിട്രസ് ഒറൻറ്റിഫോളിയ എന്നാണ്. സിട്രസ് ലെമൺ എന്ന് പറയുന്ന സസ്യത്തെയും ചെറുനാരകമായി കണക്കാക്കപ്പെടുന്നു. വൈറ്റമിൻ സിയുടെ ഉറവിടമായ ഈ ചെറുനാരകം ദഹനശക്തി വർദ്ധിപ്പിക്കാനുള്ള ഉത്തമ ഔഷധം കൂടിയാണ്. ജംബീര, ജംബക, നിംബുക എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ ഇതിൻ്റെ നാമധേയങ്ങൾ. നാഗപ്പൂർ, കർണാടക, കേരളം എന്നീ പ്രദേശങ്ങളിലാണ് ചെറുനാരകം കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നത്. ഏകദേശം 2.5 മീറ്റർ വരെ നീളത്തിൽ വരുന്ന ശാഖോപശാഖകളോട് കൂടിയ ഒരു കുറ്റിച്ചെടിയാണ് ചെറുനാരകം. ഇതിൻ്റെ പത്രകക്ഷത്തിൽ നിന്നും പുറപ്പെടുന്ന കൂർത്ത മുള്ളുകളാണ് പ്രത്യേകതയായിട്ട് ഉള്ളത്. ഇതിൻ്റെ പത്രതലങ്ങളിൽ നിരവധി ഗ്രന്ഥികളുണ്ട്. ആ ഗ്രന്ഥികളിൽ നിന്നാണ് സുഗന്ധപൂരിതമായിട്ടുള്ള മണം ഉണ്ടാവുന്നത്. ഏകദേശം 5 മുതൽ 7 സെന്റിമീറ്റർ വരെ നീളമാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. പത്രതലങ്ങളിൽ നിരവധി ഗ്രന്ഥികളുണ്ട്. ഇതിൽ നിന്നാണ് ഹൃദ്യമായിട്ടുള്ള മണം ഉണ്ടാവുന്നത്. ചെറുനാരകത്തിൻ്റെ ഫലം ഗോളാകൃതിയിലാണുള്ളത്. തൊലിക്ക് പച്ച നിറവും പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു. വളരെ മാംസളവും നീരുമുള്ള ഭാഗമാണ് ഫലത്തിനുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിരവധി വിത്തുകളും കാണാൻ സാധിക്കും. ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗം ഫലമാണ്. ചെറുനാരകത്തിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയതുകൊണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി ഉളവാക്കുന്നതാണ്. നാരങ്ങ അച്ചാറിലും സർബത്തിലും അതുപോലെ നാരകത്തിൻ്റെ ഇല സംഭാരത്തിലും നമ്മൾ ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ മൂല്യത്തെക്കുറിച്ച് നമ്മുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ചെറുനാരങ്ങ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫലം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഏറ്റവും നല്ല ഉപയോഗം ഈ ചെറുനാരങ്ങ വെള്ളം അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഈ ദാഹം അകറ്റാൻ ഒരു അത്ഭുതമായ ഫലസിദ്ധിയുള്ളതാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ സോൾട്ടുകളും അതുപോലെ ഈ ന്യൂട്രീഷ്യൻസും പുറത്തേക്ക് പോകും വേർപ്പ് കൂടെ. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ ചെറുനാരങ്ങ വെള്ളവും ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ മേലുവേദനയും ദാഹവും ക്ഷീണവും മാറും. പിന്നെ ഈ ചെറുനാരങ്ങ അഗ്നിദീപനം, അതായത് ഈ ആമാശയത്തിലുണ്ടാകുന്ന വൈഷമ്യം കൊണ്ട് ഈ ഛർദ്ദിക്കാൻ വരിക അല്ലെങ്കിൽ വായിലിങ്ങനെ ഉൾക്ലേശം വരിക, വെള്ളം വരിക, അതിനൊക്കെ ഈ ചെറുനാരങ്ങ ലേശം പഞ്ചസാര ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം നിൽക്കും. പിന്നെ ഈ ORS ലായനി എന്ന് പറയുന്നുണ്ട്. ഈ ഛർദ്ദിച്ചും വയറിളൊക്കെ അധികം പോയി കഴിഞ്ഞാൽ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ അടിക്കുമ്പോൾ ഈ ചെറുനാരങ്ങയിൽ ലേശം പഞ്ചസാരയും ലേശം ഉപ്പിട്ടും വെള്ളത്തിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണം മാറും. പിന്നെ ഇതിൻ്റെ ഒരു സഡൻ എഫക്റ്റ് പറയുകയാണെങ്കിൽ ഈ വയറിങ്ങനെ വല്ലാണ്ട് ഇളകി പോകുമ്പോൾ ഈ ഒരു ഗ്ലാസ് കട്ടൻ ചായയിൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ അപ്പം നിൽക്കും. പിന്നെ നമ്മൾ ഈ സലാഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞു കഴിക്കാൻ പറയും. അത് വേണം, കാരണം ചെറുനാരങ്ങയുടെ ആ സിട്രിക് ആസിഡ് ചെന്നാൽ ഈ സലാഡിലുണ്ടാകുന്ന വൈറ്റമിൻ സി അബ്സോർബ് ചെയ്യും. അതാണ് ഈ സലാഡിൻ്റെ കൂടെ ചെറുനാരങ്ങ കൂടെ മുറിച്ച് വെക്കണം. അത് പിഴിഞ്ഞിട്ട് വേണം സലാഡ് കഴിക്കാൻ. അല്ലാണ്ട് വെറുതെ സലാഡ് മാത്രം കഴിച്ച് ചെറുനാരങ്ങ എല്ലാവരും വലിച്ചെറിയുക ചെയ്യുക, അത് പാടില്ല.